ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കിയിരുന്ന ഫസ്റ്റ് നമ്മൾ നോക്കിയ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസിനെ കുറിച്ചായിരുന്നു. പിന്നെ അടുത്തതിന് ശേഷം നോക്കിയതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഇൻ മാറ്റർ. ഒരു മാറ്ററിൽ കൂടി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെ ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നു അതിനെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ച ചാപ്റ്റർ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സിൽ നമ്മൾ സ്റ്റാറ്റിക് കറണ്ട്, സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു മോഷൻ ഇല്ലാത്ത ഒരു ബോഡിയെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. മോഷൻ ഉള്ളതിനെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഡൈനാമിക് എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് പഠിച്ചത്. അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതെല്ലാം സ്റ്റാറ്റിക് ആയിരുന്നു. പക്ഷേ ഇനി ഈ ഒരു ചാപ്റ്റർ തൊട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ചാപ്റ്ററിലൊക്കെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിരിക്കും. ഈ അങ്ങോട്ട് പോകുന്ന ചാപ്റ്റേഴ്സിലെല്ലാം അങ്ങനെയാണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അടുത്ത ഒരു ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ദെൻ ആൾട്ടർനേറ്റിംഗ് കറന്റ്, ദെൻ ലാസ്റ്റ് ട്രാൻസിയന്റ് കറന്റ് ഉണ്ട്. അപ്പോൾ ട്രാൻസിയന്റ് കറന്റ് ഇതിനൊരു എക്സെപ്ഷൻ കേസ് ആണ്. കാരണം അവിടെ നമ്മൾ ഈ ഒരു കറന്റിന്റെ ഗ്രോത്തിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഒരു കറന്റ് ഒരു കപ്പാസിറ്റർ ഇൻഡക്ടർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ കറന്റ് ഗ്രോ ആവുന്നു, എങ്ങനെ ഡീകേ ആവുന്നു അതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോ ആൾട്ടർനേറ്റിംഗ് കറന്റ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇവിടെയെല്ലാം നമ്മൾ ഈ ഒരു ചാർജിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഒക്കെ മൂവ്മെന്റ്, മോഷനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ നമുക്കിപ്പോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇതിലും 10th ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതിനെ കുറിച്ചിട്ട്. എന്താണ്? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതാണ് ബേസിക്കലി നമുക്ക് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യണം? അന്ന് നമ്മൾ പഠിച്ച കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ്? ദാറ്റ് ഈസ് ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി അറ്റ് എ പർട്ടിക്കുലർ കണ്ടീഷൻ. ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ഒരു സർക്യൂട്ടിൽ പോകുന്ന കറന്റ് എന്ന് വെച്ചാൽ എന്താണ്? വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് പറയുവാണെങ്കിൽ ദ സ്റ്റഡി കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ഇറ്റ്സ് എൻഡ്. ഓക്കെ, ഓംസ് ലോ. That is I is directly proportional to P. പിന്നെ ഇത് വെറുതെ ഒരു കേസിൽ I is directly proportional to V എന്ന് പറയുന്നില്ല. certain conditions അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ടെമ്പറേച്ചർ, മെക്കാനിക്കൽ സ്ട്രെങ്ത്, പിന്നെ കുറച്ച് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് ഇതെല്ലാം എന്തായിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് ഇതെല്ലാം എന്തായിരിക്കും അവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ്, ഫിസിക്കൽ കണ്ടീഷൻസ് മിക്ക ഉള്ളതും അവിടെ കോൺസ്റ്റന്റ് ആവുന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ഉള്ള സർക്യൂട്ട്സിനെ അല്ലെങ്കിൽ ഈ ഒരു ഓംസ് ലോ ഒബേ ചെയ്യുന്ന സർക്യൂട്ട്സ് നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അല്ലാത്ത സർക്യൂട്ട്സ് നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ എല്ലാ സർക്യൂട്ട്സ് അല്ലെങ്കിൽ എല്ലാ മെറ്റൽസ് എന്ത് ചെയ്യത്തില്ല? ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. അപ്പൊ ഈ ഒരു ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിന് മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവിടെ നമ്മൾ ഓമിക് കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് ഐ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് വെച്ചു. അപ്പൊ ഐ കൂടിയാൽ എന്ത് ചെയ്യണം? വിയും കൂട്ടണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ആക്സിസ് ഇപ്പോൾ y ആക്സിസും ഇത് x ആക്സിസും ആൻഡ് y ആക്സിസിൽ കറണ്ടും എക്സ് ആക്സിസിൽ വോൾട്ടേജും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് ഓംസ് ലോയുടെ ഗ്രാഫ്, അല്ലെങ്കിൽ വി ഐ ഗ്രാഫ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ ഇൻസ്റ്റന്റിലും കറണ്ട് ഞാൻ ഇപ്പൊ ഫസ്റ്റ് കറണ്ട് ഞാൻ ഇതിപ്പോ 1 2 3 ഇങ്ങനെ ആയിരിക്കുമല്ലോ ഗ്രാഫിന്റെ സ്കെയിൽ പോകുന്നത്. 1 2 3 4 ഇങ്ങനെ പോകുന്നു. ഇത് 1 2 3 4 ഇങ്ങനെ ഓർബിട്രറി ആയിട്ട് എടുക്കുവാണ്. കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല, ജസ്റ്റ് ഇപ്പോ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം എടുത്ത വാല്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇപ്പോൾ 1 ആംപിയർ ആയ വോൾട്ടേജ് 1 ആംപിയർ ആവും. ദെൻ കറണ്ട് ഇപ്പോൾ 2 ആംപിയർ ആയ വോൾട്ടേജ് എന്താവും? 2 ആംപിയർ ആവും. അപ്പൊ ഇത് 1 ഇവിടെ വരും, 2 ഇവിടെ വരും, ഇവിടെ വരും, കണ്ടോ? ഇൻ കേസ് ഇത് എന്ത് ചെയ്യുന്നു? കറണ്ട് 3 ആംപിയർ ആവുന്നു. കറസ്പോണ്ടിങ് വോൾട്ടേജ് എന്താവും? 3 കറസ്പോണ്ടിങ് വോൾട്ടേജ് 3 ആംപിയർ ആയിരിക്കും ആകുന്നത്. അടുത്ത കറണ്ട് 4 ആംപിയർ ആവുന്നു. എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് 4 ആംപിയർ ആകും. അതായത് ഈ ഒരു പോയിന്റ്സിനെ എല്ലാം കൂടി ഒന്ന് കൂട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന വി ഐ കറണ്ടിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? അത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുവഴി പോകുന്ന കറണ്ട് ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്. ഓക്കെ, ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്. കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ടേം ആണ് ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു 1 ബൈ ആർ. 1 ബൈ ആർ ഇൻറ്റു
വി എന്ന് പറയും. കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് R is equal to, ഇങ്ങനെ എഴുതാം, R is equal to V by I എന്ന് കിട്ടും. ഓക്കെ, V by I. അപ്പോൾ ഇതാണ് നമ്മുടെ ഓംസ് ലോയുടെ ഫസ്റ്റ് ബേസിക് ഫോം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് I is equal to, I is directly proportional to V and I is equal to 1 by R into V and I by V is equal to 1 by R and R is equal to V by I. അപ്പോൾ നോർമലി സാധാരണ രീതിയിലുള്ള മെറ്റൽസ് മിക്കതും എന്ത് ചെയ്യുന്നുണ്ട്? ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓംസ് ലോയ്ക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ സെമി കണ്ടക്ടർ ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, റെക്ടിഫയേഴ്സ്, അപ്പോൾ ഇതുപോലെ വരുന്ന സർക്യൂട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ സർക്യൂട്ട്സിൽ ഇതുപോലത്തെ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിവൈസസ് ഇതൊക്കെ എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പി എൻ ജംഗ്ഷന്റെ കർവ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 12th പഠിക്കും, S5 പഠിക്കും. അപ്പോൾ അതിന്റെ കർവേച്ചർ വന്നിട്ട് അതിന്റെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ലീനിയർ ഇൻക്രീസ്, ഇതൊരു സ്ലോപ്പ് കുറവായിരിക്കും, ഇതുവരെ ഇങ്ങനെ സ്ലോ ഇതിൽ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീപ്പ് ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഇതാണ് അതിന്റെ വോൾട്ടേജ് കറണ്ട് എന്ന് പറയുന്നത്, വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തല്ല, ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ അത് പിന്നെ ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടീസും പിന്നെ ആ ഹോൾ പെയർ, ഇലക്ട്രോൺ ഹോൾ പെയറിന്റെ ഫോർമേഷൻ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത് അവിടെ നമുക്ക് മാറുന്നത് കേട്ടോ. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാൻ പറ്റില്ല. ഒരു ഡയോഡിന്റെ കേസിലോ സെമി കണ്ടക്ടർ ഡിവൈസിന്റെ കേസിലോ നമുക്ക് അവിടെ ടെമ്പറേച്ചറിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോൺസ്റ്റന്റ് ആക്കി നിലനിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് പെട്ടെന്ന് പിന്നെ അങ്ങ് ഗ്രോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു നോൺ ഓമിക് കണ്ടക്ടർ എന്ന കൺസെപ്റ്റോട് വരുന്നത്. കാരണം അതുപോലെ തന്നെ ബൾബിന്റെ ഫിലമെന്റ്, ഇപ്പൊ യൂസ് ചെയ്യുന്ന LED ബൾബ്സ് ആയിരിക്കും. ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ബൾബ്സ്, ഇൻകാൻഡസെന്റ് ലൈറ്റിലേക്ക് ആ ഒരു ഫിലമെന്റ് നോക്കിയാൽ മതി, ടങ്സ്റ്റൺ മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ഒരു ഫിലമെന്റിൽ എന്താണ് ചെയ്യുന്നത്? അവിടെ ആദ്യം ഈ ബൾബ് ഓൺ ആവുന്ന സമയത്ത് ചെറിയൊരു പ്രകാശം മാത്രമേ കാണത്തുള്ളൂ. ഈ ബൾബ് ഇങ്ങനെ ഓൺ ആയി വരുന്ന സമയത്ത് ചെറിയൊരു പ്രകാശം മാത്രമേ അവിടെ ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ ചുറ്റുമായിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റിയും കൂടും. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഈ ഓംസ് ലോ എന്ത് ചെയ്യും? വയലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓംസ് ലോ ഒബേ ചെയ്യാതെ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് നമ്മൾ അതിനോട് വർക്ക് ചെയ്യില്ല എന്നല്ല പറയുന്നത്, എന്ത് ചെയ്ത് വർക്ക് ചെയ്തോളും, പക്ഷെ ഓംസ് ലോ എന്ത് ചെയ്യത്തില്ല? അത് ഒബേ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന വസ്തുക്കൾ നമ്മൾ പറയുന്ന പേരാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്ന പേര് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പൊ അതിന്റെ ഗ്രാഫ് എന്തായിരിക്കില്ല? ഇതിപ്പോ ഒരു ലീനിയർ ഗ്രാഫ് ആണ്. കണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോ പോയിന്റ്സിലും ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതൊരു ലീനിയർ ഗ്രാഫ് ആണ്. പക്ഷെ ആ ഒരു നോൺ ഓമിക് ഡിവൈസസിന്റെ കേസിലുള്ള ഗ്രാഫ് ലീനിയർ ഗ്രാഫ് ആയിരിക്കത്തില്ല. അതെല്ലാം എന്താണ്? അതെല്ലാം നോൺ ലീനിയർ ഗ്രാഫ് ആണ്. കണ്ടോ? ഇതുപോലത്തെ ഒരു ഇൻക്രീസ് ആണ് അവിടെ അതിന് വരുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കിയിട്ട് എന്താണ് ഓംസ് ലോ, നമ്മൾ ബേസിക്കലി പഠിക്കുന്ന അതേ ഓംസ് ലോ തന്നെയാണ്, അതേ ഫോമിലാണ്. പക്ഷെ കാരണം അങ്ങനെ പറയാൻ കാരണം ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ ഓംസ് ലോ ഇൻ ദ ഫോം ഓഫ് കറന്റ് ഡെൻസിറ്റിയിൽ പഠിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പഠിച്ചത് എന്താണ്? നോർമലി നമ്മൾ 12th പഠിക്കുന്നത്, 10th 12th പഠിക്കുന്ന അതേ ഓംസ് ലോ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. I is directly proportional to voltage at a particular physical condition like temperature and മെക്കാനിക്കൽ സ്ട്രെയിൻ എക്സെട്ര റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ആ ഒരു ടൈമിലുള്ള ഓംസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എന്തായിരുന്നു? കറണ്ട് എന്ന് പറയുന്ന വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഓംസ് ലോ ഇത്രയും പറയുന്നത്. അപ്പോൾ ഓമിക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു, നോൺ ഓമിക് കണ്ടക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓംസ് ലോ ഇൻ ദ ഫോം ഓഫ് J ഈക്വൽ ടു സിഗ്മ ഇ. ഓക്കെ, ഈ ഒരു ടേംസിലുള്ള ഓംസ് ലോ ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓംസ് ലോ നേരത്തെ പഠിച്ച ലോ അത് തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യണം? ഈ ഒരു ടേംസിൽ കറന്റ് ഡെൻസിറ്റി ടേംസ് നമുക്ക് ഇവിടെ ഓംസ് ലോ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ എക്സാമിനേഷന് ചോദിക്കുന്നതാണ് ഡെറിവേഷൻ ഓംസ് ലോ ഇൻ ദ ഫോം ഓഫ് കറന്റ് ഡെൻസിറ്റി എന്ന് ചോദിക്കും. അല്ല ഇക്വേഷൻ തന്നിട്ടില്ല, ഡെറൈവ് ദ ഓംസ് ലോ ഇൻ ദ ഫോം ഓഫ് കറന്റ് ഡെൻസിറ്റി, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇതില് നമ്മളിവിടെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതില് ഈ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺ നമ്മളൊരു ഫ്രീ ഗ്യാസ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു ഗ്യാസ് മോളിക്യൂൾസ്, കുറച്ച് ഗ്യാസ് ഓപ്പൺ, ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് നമ്മൾ തുറന്നു വിടും. അപ്പൊ ഒരു ഓക്സിജൻ ഗ്യാസ് നമ്മൾ തുറന്നു വിട്ട് എന്ത് ചെയ്യും? അതിനകത്തുള്ള മോളിക്യൂൾസ് റാൻഡം മോഷനിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഡിറ്റർമിൻ ചെയ്യാൻ ഇങ്ങനെ റാൻഡം ആയിട്ട്. ഇപ്പൊ ഇതൊരു കണ്ടെയ്നർ ആണ്. ഇപ്പൊ ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് ഗ്യാസ് ഇങ്ങനെ തുറന്നു വിടുവാണ്. ഈ ഒരു ഓപ്പണിംഗ് വഴി ഞാൻ ഗ്യാസ് വിടുവാണ്. അപ്പൊ ഇതിനകത്തോട്ട് ഗ്യാസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡം ആയിട്ട് അലൈൻ ചെയ്യുന്നത് ഒരു സ്ഥലത്ത്. നമ്മളൊരു സോളിഡ് ബ്ലോക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഈ ഒരു ഏതെങ്കിലും പൊസിഷൻ അറ്റൈൻ ചെയ്ത് ഇവിടെ ഇരുന്നോളൂ. അത് ഫ്രീലി ഇത് ചെയ്യില്ലല്ലോ. ഇപ്പൊ വാട്ടർ ആണെങ്കിലും എന്ത് ചെയ്യും? ലിക്വിഡ് ആണെങ്കിലും എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് കിടന്നോളൂ. പക്ഷെ ഗ്യാസ് മോളിക്യൂൾസ് അങ്ങനെയല്ല, റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് എന്ത് ചെയ്യും? അത് ഈ കണ്ടെയ്നറിന്റെ വാൾസിൽ ചെന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. സെയിം ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്യുകയും ചെയ്യും. കൊളിഷൻ നടത്തും. ഓക്കെ,
കൊളിഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. അപ്പൊ അങ്ങനെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. എനർജി ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസ്. അപ്പൊ ഇതുപോലെയാണ് ഈ ഒരു മെറ്റൽസിനകത്ത് എന്ന് വെച്ചാൽ പ്യൂർലി കണ്ടക്ടേഴ്സിനകത്ത് കണ്ടക്ടേഴ്സിനകത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ ഫ്രീലി ഈ ഒരു കറണ്ട് കണ്ടക്ഷൻ നടത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കേസ് എടുത്തിട്ട് ആ ഒരു കണ്ടീഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു J is equal to സിഗ്മ E എന്നുള്ള ഡെറിവേഷനിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്രീ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു നമ്മളൊരു ഗ്യാസ് മോഡലായിട്ട് പറയുവാണ്. അപ്പൊ ഇതിന് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ എന്ന് പറയും. നിങ്ങൾ ഇനി അത് S6 പഠിക്കും. S6 സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്ത് അവിടെ ഒരു പേപ്പർ ഉണ്ട്. അതിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ മോഡൽ. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രൂഡ് ആൻഡ് ലോറൻസ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ മോഡൽ എന്ന് വെച്ചാൽ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഫസ്റ്റ് കൊണ്ടുവന്ന ഡ്രൂഡ് എന്ന സയന്റിസ്റ്റ് ആണ്. അതിനുശേഷം ലോറൻസ് എന്ത് ചെയ്തു ഇതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തിയറമായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇതില് ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ എന്ത് പറയുന്നു? ഫ്രീ ഇലക്ട്രോൺസിന് നോർമലി ഇന്നർ ഷെല്ലുള്ള ഇലക്ട്രോൺസ് അല്ല. ഇന്നർ ഷെല്ലുള്ള ഇലക്ട്രോൺസ് ഇതിനൊന്നും പങ്കെടുക്കത്തുമില്ല. അതവിടെ അതിന്റെ ഇന്നർ കോറിലൂടെ ഇരിക്കും. അത് വേറെ റിയാക്ഷനിലോ അല്ലെങ്കിൽ കണ്ടക്ഷനിലോ ഒന്നും അത് പാർട്ട് ചെയ്യത്തില്ല. അത് പിന്നെ എക്സ്റേ പോലത്തെ വേവ്സ് ഒക്കെ വന്ന് ഹിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. നോർമലി എന്ത് ചെയ്യത്തില്ല ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസ് വേറെ ഒന്നിനും പങ്കെടുക്കാതെ അത് എന്ത് ചെയ്യും ഇറ്റ്സെൽഫ് ആ ഒരു മോളിക്യൂൾസിനകത്ത് അല്ലെങ്കിൽ ആറ്റത്തിനകത്ത് തന്നെ എന്ത് ചെയ്യും അത് അവിടെ സ്ഥിരമായിട്ട് ഇരിക്കും. ഈ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ബാലൻസ് ഷെൽ അല്ലെങ്കിൽ കണ്ടക്ഷൻ സെല്ലിലുള്ള ഇലക്ട്രോൺസിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? ഒരു വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ കണ്ടക്ഷൻ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ ഫ്രീ ആയിട്ട് ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗ്യാസ് എന്ന് പറയും. ഓക്കെ, കണ്ടക്ടേഴ്സിനകത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ പറയുന്ന പേരാണ് എന്ത്? അത് നമ്മൾ ഇലക്ട്രോൺ ഗ്യാസ് എന്ന് പറയും. ഓക്കെ, പിന്നീട് നമുക്ക് ആ ഒരു ഇലക്ട്രോൺ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസ് മോളിക്യൂൾസിനുള്ള കുറച്ച് ബിഹേവിയർ നമുക്ക് ഇവിടെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് എന്ത് ചെയ്തു? ഇലക്ട്രോൺസ് കൊളിഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, പരസ്പരം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇലക്ട്രോൺ മാത്രമല്ല അതിനകത്ത് വരുന്നത്. ഇലക്ട്രോൺസ് ഉണ്ടാവാം, പോസിറ്റീവ് അയോൺസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് തമ്മിലും കൊളിഷൻ ഉണ്ടാക്കാം. ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും ആയിട്ട് കൊളിഷൻ ചെയ്യാൻ പറ്റും. അതിൽ ഇലക്ട്രോണുടെ കൊളിഷൻ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. സെയിം ചാർജസ് ആണ്, സെയിം ചാർജ് തട്ടി എന്ത് ചെയ്യുന്നു? അവർ തിരിച്ചു പോകുന്നു. പക്ഷേ ഈ ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും ആയിട്ടുള്ള കൊളിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് കണക്കിലെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡെറിവേഷൻസ് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് നോ ഫീൽഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഫീൽഡ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇതിപ്പോ ഒരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിനകത്താണ് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഗ്യാസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഞാൻ ഫീൽഡ് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ കറന്റ് ഡെൻസിറ്റി തീരെയും കുറവായിരിക്കും. ഓക്കെ, കറന്റ് ഡെൻസിറ്റി 0 ആയിരിക്കും. ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് മൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നു? എല്ലാ ഡയറക്ഷനിലും അതിന് മോഷൻ ഉണ്ടാവും. കറന്റ് ഡെൻസിറ്റി 0 ആയിരിക്കും. ഇനി ഇൻ ദ കേസ് ഓഫ് ഫീൽഡ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫീൽഡ് ഇവിടെ കൊടുത്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്തു. ഈ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരുടെ ഈ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയിൽ ഒരു ചേഞ്ചിങ് ഉണ്ടാവും. അപ്പൊ ആ ചേഞ്ച് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഇലക്ട്രോൺസ് ആയിട്ട് അതിന്റെ ഉള്ള ഒരു വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു മൂവ്മെന്റിന് വേറെ പ്രത്യേകിച്ച് നമുക്ക് സ്റ്റഡീസ് ഒന്നും ഇല്ല. അതിന്റെ റാൻഡം മോഷൻ എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫീൽഡ് അവരുടെ വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ വെലോസിറ്റി മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഇപ്പൊ ഞാൻ ഫീൽഡ് കൊടുത്തത്. ഈ ഒരു ഡയറക്ഷനിലാണ് എന്റെ ഫീൽഡ് എന്ന് പറയുന്നത്. സോറി, ഈ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട് വരെ. ഓക്കെ, ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഈ ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏത് ഡയറക്ഷനിലാണോ ഫീൽഡ് കൊടുക്കുന്നത് ആ ഫീൽഡിന്റെ ഡയറക്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റിംഗ് പൊസിഷൻ വരുന്നത്. അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫീൽഡ്. ഇലക്ട്രോൺ വിൽ ഡ്രിഫ്റ്റ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫീൽഡ്. അപ്പോൾ ആ ഒരു ഫീൽഡ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ദെൻ ഈ ഒരു ഡ്രിഫ്റ്റിംഗ് നടക്കുന്ന സമയത്തും ഇലക്ട്രോൺസ് തമ്മിൽ എന്തുണ്ടാവും? കൊളിഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോൺസ് പരസ്പരമോ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പോസിറ്റീവ് ആയിട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊളിഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു
2 ഇലക്ട്രോൺസിൽ 2 ഫ്രീ ഇലക്ട്രോൺസ് ഒരു കൊളിഷൻ കഴിഞ്ഞ ശേഷം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ അതിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. ഓക്കെ, മീൻ ഫ്രീ പാത്ത്. അപ്പൊ എന്താണ് മീൻ ഫ്രീ പാത്ത്? മീൻ ഫ്രീ പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഫ്രീ ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ് ഈസ് കോൾഡ് മീൻ ഫ്രീ പാത്ത്. അപ്പൊ 2 ഇലക്ട്രോൺസോ എന്തെങ്കിലും തമ്മിൽ എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു, കൊളിഷൻസ് നടത്തുന്നു. കാരണം റാൻഡം മോഷൻ ആകുമ്പോൾ എന്തായാലും കൊളിഷൻ നടക്കും. അല്ലാതെ ഒരു അലൈൻമെന്റ് വരും. ഒരു ഇലക്ട്രോൺ ഇവിടെ, അടുത്ത ഇലക്ട്രോൺ ഇവിടെ, ഇങ്ങനെ ഈ അലൈൻമെന്റ് ആയിട്ടൊന്നല്ല പോകുന്നത്. ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങനത്തെ ഡയറക്ഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ട്രോൺസ് ഇങ്ങനെ റാൻഡംലി ഗ്യാസ് മോളിക്യൂൾസിന് എക്സാമ്പിൾ എടുത്താൽ മതി. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന പോലെ റാൻഡം ആയിട്ട് ഇങ്ങനെ കിടന്ന് മൂവ് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, കൊളിഷൻസ് ഉണ്ടാവാം, പോസിബിൾ ആണ്, കറക്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആ കൊളിഷൻസ് ഉണ്ടാവുന്ന സമയത്ത് 2 കൊളിഷൻസ് ഉണ്ടായിട്ട് ഇലക്ട്രോൺസിനെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ആവറേജ് ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. മീൻ ഫ്രീ പാത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ലാംഡയാണ്. അപ്പൊ ലാംഡയൊക്കെ ഡിറ്റർമിൻ ചെയ്ത് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ആ ഇക്വേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മീൻ ഫ്രീ പാത്ത് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലം സെക്ഷനിൽ ഉണ്ടെങ്കിൽ നോക്കാം. ഒരു പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതില് ഈ ഒരു ഡിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ ടൈം വേണം, അല്ലെങ്കിൽ ഒരു ടൈം കൺസ്യൂം ചെയ്യും. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ദ ആവറേജ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻ ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം ഡിനോട്ട് ബൈ ടോ. അപ്പോ രണ്ട് കൊളിഷൻസ് അല്ലെങ്കിൽ ഒരു കൊളിഷൻസ് ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്ന ആവറേജ് ടൈം, സോറി ആവറേജ് ടൈം അങ്ങനെയല്ല, ആ ഒരു ഇന്റർവൽ, രണ്ട് കൊളിഷൻസ് ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഇന്റർവൽ ടൈം നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ദ ടോ എന്ന് പറയുന്നത്. ആ ഒരു ഇന്റർവൽ, ഇപ്പൊ 2 കൊളിഷൻസ് ഉണ്ടാവുന്നു. അപ്പൊ ഈ 2 കൊളിഷൻസ് ഉണ്ടാവാൻ വേണ്ടി ഒരു ഇന്റർവൽ ഓഫ് ടൈം കാണുമല്ലോ. ഒരു ടൈം ഇന്റർവൽ കാണും. അപ്പൊ ആ ഒരു ഇന്റർവെലിനെ പറയുന്ന പേര്, ഈ 2 കൊളിഷൻസ് ഉണ്ടാവുന്നതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ടൈം ഇന്റർവെലിനെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയും. അത് നമ്മൾ ലെറ്റർ ടോ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലാക്സേഷൻ ടൈം കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ 2 ടേംസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന് മീൻ ഫ്രീ പാത്ത്, മറ്റൊന്ന് റിലാക്സേഷൻ ടൈമും. പിന്നെ ഒരു ഇലക്ട്രോൺസ് ഗ്യാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടീഷൻസ് അവിടെ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൊളിഷന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കണ്ടക്ടറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ ഒരു കണ്ടക്ടറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓംസ് ലോ ഇൻ ദ ടേംസ് ഓഫ് കറന്റ് ഡെൻസിറ്റിയിൽ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഇപ്പോൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടക്ടർ വലുതാക്കി വരയ്ക്കുന്നുണ്ട്. ഈ കണ്ടക്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സെല്ല് കണക്ട് ചെയ്യുന്നുണ്ട്. സെല്ലിൽ കൂടി കറന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ, അപ്ലൈഡ് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇലക്ട്രോണിന്റെ മോഷൻ എങ്ങോട്ടായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ മോഷൻ എങ്ങോട്ടായിരിക്കും, ഇലക്ട്രോൺസിന്റെ മോഷൻ ഇതിപ്പോ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫീൽഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. Now let us consider a metallic conductor of length L. ഈ ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ ലെങ്ത് ഇപ്പോ L ആണ്. സ്മോൾ ലെറ്റർ L കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. ആൻഡ് കണ്ടെയ്നിങ് n ഫ്രീ ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ പെർ യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്, n ആണ്. സ്മോൾ ലെറ്റർ n കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L അതിന്റെ ലെങ്ത്, ആൻഡ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പൊട്ടൻഷ്യൽ ഇവിടെ കൊടുത്തു. ദെൻ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മളിപ്പോ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തല്ലോ, വോൾട്ടേജ് V കൊടുത്തു, അല്ലെങ്കിൽ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കണ്ടക്ടർ ഈസ് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഈസ് ഈക്വൽ ടു V by L. ഓക്കെ. വോൾട്ടേജ് ബൈ ലെങ്ത്. എത്രത്തോളം വോൾട്ടേജ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടുന്നു എന്ന് പറയുന്നത് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു V by L എന്ന് കിട്ടും. ദെൻ ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും, അപ്പൊ ഈ ഒരു അപ്ലൈഡ് ഫീൽഡിന്റെ ആക്സിലറേഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അപ്ലൈഡ് ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ അവിടെ വേറെ ആക്സിലറേഷൻ ഒന്നും ഇല്ല. എന്താണ്, ഫ്രീ ആയിട്ട് ആ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യും, റാൻഡം ആയിട്ട് അതിന്റെ ഇഷ്ടപ്രകാരം അതിങ്ങനെ മൂവ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഫീൽഡ് കൊടുത്ത ടൈമിൽ എന്ത് ചെയ്യുന്നു, അപ്പൊ ആ ഒരു വെലോസിറ്റി നമ്മൾ പറഞ്ഞു, ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടും. അത് ആ ഒരു അറ്റൈൻ ചെയ്ത വെലോസിറ്റിയിലായിരിക്കും അത്
മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഈ ഒരു ഇലക്ട്രോണിന്റെ ഇപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ കേസ് എടുക്കുക നമ്മൾ സ്റ്റഡീസിനായിട്ട്. അപ്പോൾ ആ ഒരു എടുക്കുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഞാൻ അവിടെ വി എന്ന് പറയുകയാണ്. ഓക്കെ, വി ആണ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. വി ബി ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ ഒരു അറ്റ് ഇൻസ്റ്റന്റ് ഞാൻ ഒബ്സർവ് ചെയ്ത ടൈമിലുള്ള ആ ഒരു ഇലക്ട്രോണിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് അവിടുത്തെ വി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെലോസിറ്റി ആണ്. എനിക്ക് എന്ത് ചെയ്യും, ഈ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കാമല്ലോ വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ഈസ് dv by dt. dv by dt. dv by dt എന്ന് വെച്ചാൽ എന്താണ്? which is equal to e by m ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇവിടെ m എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ മാസ്, e എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ്, ഈ ക്യാപിറ്റൽ E എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് അവിടെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ടു ഇ ബൈ എം എന്നാണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞു, നമ്മൾ ഈ ഒരു ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസുമായിട്ട് കൊളിഷനിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് അയോൺസുമായിട്ട് കൊളിഷനിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കേസിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കൊളിഷൻസിൽ ഒക്കർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, എനർജി ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ചേഞ്ച് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മളിവിടെ ആ ഒരു എനർജി ചേഞ്ച് കാണിക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പോസിംഗ് ഫോഴ്സ് അവിടെ കിട്ടുന്നുണ്ട്. ഒപ്പോസിംഗ് ഫോഴ്സ് എം വി ബൈ ടോ ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ആ ഒരു എം വി ബൈ ടോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ ഇത്രയും കിട്ടിയ ചേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു വെലോസിറ്റി ചേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇ ബൈ എം മൈനസ് വി ബൈ ടോ എന്നൊരു ടേം കൂടി അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റിലാക്സേഷൻ ടൈം ആണ് ടോ. ഓക്കെ, റിലാക്സേഷൻ ടൈം ആണ്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ആ ഒരു ഇലക്ട്രോണിനെ ഒപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് dv by dt is equal to e by m minus v tau കിട്ടുന്നുണ്ട്. Equation of motion of the electron can be written as dv by dt is equal to e by m minus v tau. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതില് മൊത്തത്തിൽ ഒരു എം കൊണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് ഇവിടെ ഈ ഒരു എം ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ടോട്ടലി നമ്മൾ ഇവിടെ ഇതൊന്ന് മൾട്ടിപ്ലൈ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടാം, ഈ ഒരു ഇക്വേഷൻ, ഇത് നമുക്കിപ്പോൾ ഇക്വേഷൻ നമ്പർ ഫസ്റ്റ് ഇവിടെ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് ഈസ് dv by dt is equal to e by m. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 വ്യത്യാസം മനസ്സിലായത് എന്താണ്, അവിടെ നമ്മൾ ആ ഒരു ഇലക്ട്രോണിന്റെ കൊളിഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് അവിടെ നമുക്ക് വി ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് കാരണം ഇലക്ട്രോണിന്റെ ഉണ്ടാവുന്ന വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഡിക്രീസിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്, മൈനസ് വി ടോ എന്ന് കൊടുത്തത്. ഇനി ഇത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, ഇതിലൊന്ന് എം കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടലി ഇക്വേഷൻ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. dv by dt which is equal to, അപ്പോൾ ഇവിടുത്തെ എം ക്യാൻസൽ ആയിപ്പോ, മുകളിൽ എന്താണ് നമ്മൾ എം കൊടുക്കുമ്പോൾ ഈ ഒരു എം അവിടെ ക്യാൻസൽ ആയിപ്പോ, ദാറ്റ് ഈസ് ഇ എന്ന് വരും മൈനസ് എം വി ബൈ ടോ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ, എം വി ബൈ ടോ. അപ്പൊ ഇതില് ഈ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോഴ്സ് ആയിരിക്കും, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇ എന്ന് പറയുന്ന അവിടുത്തെ ഫോഴ്സ് ആണ്, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷെ ഇവിടെ ഈ ഒരു എം വി ബൈ ടോ എന്ന് പറയുന്നതിൽ ടിയുടെ ടേംസ് ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, ടിയുടെ ടേംസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ആ ഒരു ഫോഴ്സ് അവിടെ ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാം. ദെൻ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു ആക്സിലറേറ്റിംഗ് ഫോഴ്സ്, ഓക്കെ, ഇ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു, ഇലക്ട്രോൺസിന് ഒരു ആക്സിലറേഷൻ കിട്ടുന്നു, ഇലക്ട്രിസിറ്റി വെലോസിറ്റി കിട്ടുന്നു. അപ്പൊ ആ ഒരു വെലോസിറ്റി എന്ത് ചെയ്യാം, രണ്ടും അവിടെ ഏകദേശം ഒരു ബാലൻസ്ഡ് ആവും. ഓക്കെ, ഈ ഓപ്പോസിറ്റ് ഫോഴ്സ് വഴി ഇത് ഇൻക്രീസ് എന്ത് ചെയ്യുന്നു, അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ എത്തുന്നുണ്ട്. അപ്പോൾ നെറ്റ് ആക്സിലറേഷൻ അവിടെ എന്തായി പോകും, സീറോ ആയിട്ട് പോകും. ഓക്കെ, ഒരു കാര്യം നോക്കുക, ഇവിടെ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് അത് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഈ വി ബൈ ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, കൊളിഷൻ കാരണം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് അയോൺസ് കൊളിഷൻ കാരണം കിട്ടുന്ന ഫോഴ്സ് ആണ് വി ബൈ ടോ. അപ്പൊ അത് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അത് ടൈമിനനുസരിച്ച് ഇങ്ങനെ ഇൻക്രീസ് ആയി വരുന്നുണ്ട്. ഓക്കെ, ടൈമിനനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്തു, കൂടി വരുവാണ്. അപ്പൊ ഒരു ടൈം എത്തുന്ന സമയത്ത്, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തുന്ന സമയത്ത് ഈ വാല്യൂ, ഇപ്പൊ ഈ കിടക്കുന്ന ഈ വാല്യൂ
ഇതും എന്തായിരിക്കും ഏകദേശം ഇക്വൽ ആയിട്ട് വരും. അപ്പൊ ഇക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്സലറേഷൻ ടേം എന്തായി പോകും? നെറ്റ് ഈ ഡി വി ബൈ ഡി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഡി വി ബൈ ഡി ടി ആക്സലറേഷൻ ആണ്. അപ്പൊ അവിടുത്തെ ആക്സലറേഷൻ എന്തായി പോകും? അതവിടെ 0 ആയിട്ട് പോകും. ഓക്കെ. അപ്പൊ അതിങ്ങനെ ആക്സലറേഷൻ 0 ആവുന്ന സമയത്ത് ഇതിന് കിട്ടുന്ന വെലോസിറ്റി നമ്മൾ എന്ത് പറയുന്നു? അതിനെയാണ് നമ്മളിവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 0. ഇതാണ് ആക്സലറേഷൻ. അത് 0 എന്ന് കിട്ടി. കാരണം ഇത് രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് ഇത് ചേഞ്ച് വരുമല്ലോ. മൈനസ് അല്ലേ? 0 ആയിട്ട് പോകും. അത് 0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്തു? അപ്പൊ ഈ ഒരു ടൈമിൽ അതിന് കിട്ടുന്ന വെലോസിറ്റി, അപ്പൊ ആ ഒരു ആക്സലറേഷൻ 0 ആയിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തായിരിക്കും? അപ്പോൾ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. ഇപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആക്സലറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ലാതെ ഒരു നോർമൽ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു വെലോസിറ്റി നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, ആ ഒരു വെലോസിറ്റിയാണ് അവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ദാറ്റ് ഈസ് എന്ത് കിട്ടും? ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ വെലോസിറ്റി v is equal to dv എന്നായിട്ട് മാറും. v is equal to vd എന്നായിട്ട് മാറും. v suffix d അതാണ് ഇവിടുത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ മാറ്റാം? ദാറ്റ് ഈസ് ആക്സലറേഷൻ ടേം 0. ഈ ഒരു ടേം കംപ്ലീറ്റ്ലി 0. 0 is equal to e minus m into v suffix d by tau എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എങ്ങനെ എടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി vd is equal to e tau divided by m എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത്, അപ്പോൾ n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, l അതിന്റെ ലെങ്ത്, a അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി ഇതിന്റെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ചാർജ് q ഈസ് ഈക്വൽ ടു n a l e എന്ന് കിട്ടും. ഓക്കെ, ചാർജ് q ഈസ് ഈക്വൽ ടു n a l e എന്ന് അറിയാലോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, a എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, l ലെങ്ത് ആണ്, e എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രോൺ ചാർജ് ആണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ടോട്ടൽ ചാർജ് q എന്ന് പറയുന്നത്. ഇനി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്താണ്? കറണ്ട് ആണ്, q ബൈ ടി. ചേഞ്ച് ഇൻ ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് എന്ത് പറയുന്നത്? നമ്മൾ അതിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു i ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മൾ ഈ ഒരു ടി ടേം അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ ഒരു ടേമിനകത്ത്. ദാറ്റ് ഈസ് i ഈസ് ഈക്വൽ ടു NaLe ബൈ ടി. ഇവിടെ ഈ കിടക്കുന്ന ലെങ്ത് ടേം എന്താണ് ശരിക്കും? ഈ ലെങ്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോണിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇതൊരു കണ്ടക്ടർ ആണ്. ഇവിടെ നമ്മൾ കണ്ടക്ടർ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നു, ഈ ലെങ്ത്. അപ്പൊ ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഓക്കെ, ഇലക്ട്രോണിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ തൊട്ട് ഇതുവരെ എന്ന് പറയുന്നത്. അപ്പൊ ലെങ്തിന്റെ എന്ന് വെച്ചാൽ ലെങ്തിന്റെ മെഷർമെന്റ് ശരിക്കും ഈ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് റെസ്പെക്ട് ടു ടൈം എന്ന് വെച്ചാൽ എന്താണ്? അത് അവിടുത്തെ വെലോസിറ്റി ആണ്. ഓക്കെ, ഈ ഒരു എല്ലിന് എന്ത് ചെയ്യുക? എൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് അതിൽ നിന്ന് മനസ്സിലായി കാണും. ഡിസ്പ്ലേസ്മെന്റ് പറയാൻ കാരണം എന്താണ്? ആ ഒരു ഇലക്ട്രോൺ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തോട്ട് സഞ്ചരിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയാം? ആ എല്ല് ആ ഒരു ലെങ്ത് വൈസ് ആണ് മൂവ് ചെയ്ത്. അപ്പൊ ലെങ്ത് വൈസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടേമിനെ നമ്മൾ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ടേമിന് ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഡിവൈഡ് ബൈ ടി ചെയ്താൽ, ഡിഫറൻഷിയേറ്റ് ഡിവൈഡ് ബൈ ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവിടെ നമുക്ക് വെലോസിറ്റി ടേം കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഇ ഇൻറ്റു എ ഇൻറ്റു വി ഡി. ഇവിടുത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി ഡി ഈസ് ഈക്വൽ ടു എന്താണ്? വി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലെങ്ത് ബൈ ടൈം ആണ്. ഓക്കെ, ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ ഇനി ഐയുടെ ഇക്വേഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഐയുടെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടി? ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു NEA VD എന്നാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ VDക്ക് നേരത്തെ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, ഇവിടെ കിടപ്പുണ്ട് ഇക്വേഷൻ. അപ്പോൾ VDക്ക് നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഐയുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പോൾ ഐയുടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു NEA. VDക്ക് പകരം എന്ത് കൊടുക്കണം? ഈ ഒരു വാല്യൂ കൊടുക്കേണ്ടി വരും. കണ്ടോ? VD ഈസ് ഈക്വൽ ടു E tau by m എന്ന് കിട്ടും. That is EE tau by m എന്ന് കിട്ടും.
then നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാൻ പറ്റും, that is equal to EV tau by M11. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെ VDക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ ആണിത്. അപ്പൊ ഇത്രയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, I is equal to NEAEV tau divided by ML is equal to, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, ഇവിടെ നമുക്ക് രണ്ട് ഇ ഉണ്ട്, ദാറ്റ് ഈസ് ഇവിടുത്തെ ഈ ഒരു ഇയും ഈ ഒരു ഇയും, അതുകൊണ്ട് എന്തായി പോകും, N E square tau divided by M into A by L into V. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഇതാണ്, നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുക്കാം. നമുക്ക് ഓംസ് ലോ അനുസരിച്ചിട്ട് അറിയാം, ഓംസ് ലോ അനുസരിച്ചിട്ട് ദാറ്റ് ഈസ് I is equal to a constant value into എന്താണ്, വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നമുക്കറിയാലോ എന്താണ് അത്, R ആണ്. R V എന്നറിയാം ഐയുടെ വാല്യൂ. അപ്പൊ ഇതില് നമുക്കിവിടെ V by I എങ്ങനെ എടുക്കാൻ പറ്റും, ഇക്വേഷൻ 4 നിന്ന് നമുക്കിവിടെ ഈ ഒരു ടേമിൽ V ഉണ്ട്, ഇത് V ആണ് ഇവിടുത്തെ. ഓക്കെ, നോർമലി വോൾട്ടേജിന്റെ V നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം, അതായത് ഇക്ക് പകരം നമ്മൾ V by L എന്ന് കൊടുത്തു. ഇക്ക് പകരം നമ്മൾ V by L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് E is equal, നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, കണ്ടോ, ഈ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് E is equal to V by L, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്ത് ചെയ്തു, ആ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ വോൾട്ടേജിന്റെ ടേംസിലോട്ട് മാറ്റി. കാരണം എനിക്ക് ഡ്രിഫ്റ്റ് വോൾട്ടേജ് അല്ല വേണ്ടത്, എനിക്ക് നമ്മൾ സർക്യൂട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് അറിഞ്ഞാൽ മാത്രമേ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ V by L എന്ന് മാറ്റി. അപ്പൊ എന്റെ ഇപ്പോഴത്തെ കറണ്ട് ഇക്വേഷനിൽ എന്തുണ്ട്, എനിക്ക് അവിടെ നോർമലി ഞാൻ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാണെന്നുള്ള ഇക്വേഷൻ ഉണ്ട്, അതാണ് V എന്ന് പറയുന്നത്. V സഫിക്സ് D അല്ല, വെറും V എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓംസ് ലോ അനുസരിച്ച് എന്താ പറയുന്നത്, ദാറ്റ് ഈസ് I is equal to R into V വരും, I is equal to R into V. ഇതില് 1 by R കണ്ടക്ടൻസ് അല്ലേ ഇവിടെ വരുന്നത്, 1 by R ആണ്, 1 by R into V എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ എങ്ങനെ മാറ്റാൻ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു V by I is equal to R എന്ന് കിട്ടും. V by I is equal to R. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ V by I എടുക്കണം, ഇവിടെ I ഇങ്ങോട്ട് മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള ടേംസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ ഒരു ടൈമിൽ കിട്ടുന്ന റിലേഷൻ എന്താണ്, ദാറ്റ് ഈസ് V by I is equal to ML divided by N E square tau A എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആറിന്റെ വാല്യൂ, വിച്ച് ഇസ് ഈക്വൽ ടു R ആണ്. ഓക്കെ, R. ഇതില് നമുക്ക് ഈ ടേംസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂസ് ആണ്, ദാറ്റ് ഈസ് ഇവിടെ R ഈക്വൽ ആണ്, R ഈസ് ഈക്വൽ ടു ഇവിടെ M by N E square tau into L by A എന്ന് കിട്ടും, കേട്ടോ, L by A. ഇതിൽ ഇത്രയും ടേംസ് M by N E square tau എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോ ആണ്, കണ്ടക്ടൻസ് അല്ലെങ്കിൽ അതിനെന്താണ്, റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ, റോ എന്ന് പറയും, റോ. ഇത്രയും ടേംസ് പറയാൻ എന്ത് ചെയ്താൽ മതി, റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റോ എന്താണ്, റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ ആണ്, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ ആണ് റോ എന്ന് പറയുന്നത്. ഓക്കെ, റോ. അപ്പൊ ഇത്രയും ടേംസിന് പകരം എന്ത് ചെയ്യുക, റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു M by N E square tau into L by A നമ്മൾ എഴുതിയിരുന്നു. അതിന് പകരം എന്ത് ചെയ്യും, R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L by A എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് ആണ് റോ എന്ന് പറയുന്നത്. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ, റോ ഈസ് ഈക്വൽ ടു M by N E square tau. ഇത് തന്നെ ഈ ഒരു റെസിസ്റ്റിവിറ്റിയുടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആണ്. അപ്പോൾ റോയുടെ റെസിപ്രോക്കൽ ആണ് എന്ത്, റോയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 by rho ഈസ് ഈക്വൽ ടു സിഗ്മ ആണ്, സിഗ്മ 1 by rho ഈസ് ഈക്വൽ ടു സിഗ്മ ആണ്. അപ്പോൾ 1 by rho എങ്ങനെ കിട്ടും, ഇവിടെ നമുക്ക് റോ M by N E square tau ആണ്, അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു N E square tau by M. ഇതാണ് എന്ത്, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഐയുടെ ടേംസിൽ. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ ഐയുടെ അവിടെ I by A, ഇവിടുത്തെ A ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ബാക്കി കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലോട്ട് മാറ്റുക. ദാറ്റ് ഈസ് I by A ഈസ് ഈക്വൽ ടു സിഗ്മ V by L എന്ന് കിട്ടും, കേട്ടോ, സിഗ്മ V by L എന്ന് കിട്ടും. ഇതില് ഈ I by A എന്ന് വെച്ചാൽ എന്താണ്, I by A എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, കറണ്ട് ബൈ ഏരിയ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ വെച്ചാൽ അവിടുത്തെ
കറണ്ട് ഡെൻസിറ്റി ആണ്, ദാറ്റ് ഈസ് സിഗ്മയാണ്. സിഗ്മ സോറി കറണ്ട് ഡെൻസിറ്റി ആണ്, ജെ ആണ്. ഓക്കെ, ജെ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ നമ്മളിവിടെ പറഞ്ഞു കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു. സിഗ്മ അവിടുത്തെ കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻറ്റു എന്ത് വരും, വി ബൈ എൽ ഉണ്ട്. വി ബൈ എൽ എന്താണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടുത്തെ കണ്ടക്ടറിന്റെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. കണ്ടോ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ പറ്റി? അപ്പൊ നമ്മൾ ഇത്രയും ടേംസിന് അവിടെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞു. ഈ ഒരു ടേം അവിടുത്തെ കണ്ടക്ടിവിറ്റി, നമ്മൾ ഡയറക്റ്റ് കണ്ടക്ടിവിറ്റി എടുക്കാത്ത, നമ്മൾ ഡയറക്റ്റ് കണ്ടക്ടിവിറ്റി എടുക്കുന്നതിനെ കാട്ടിയും നമുക്ക് റെസിസ്റ്റൻസിലെ ടേംസിലോട്ട് മാറ്റിയിട്ട് കണ്ടക്ടിവിറ്റി എടുത്താൽ നമുക്ക് കുറച്ചുകൂടി അതിന്റെ മീനിങ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്ത് ആദ്യം റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്ത് നമ്മൾ കണ്ടക്ടിവിറ്റിയിലോട്ട് മാറ്റി. അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നത് കണ്ടക്ടിവിറ്റി ടേംസിലാണ് കിടക്കുന്നത് ഈ ഒരു ടേം. കണ്ടോ? എൻ ഈസ് ടോ ബൈ എം അതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, റെസിസ്റ്റിവിറ്റിയിലോട്ട് വന്നതിന് ശേഷം അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അത് കണ്ടക്ടിവിറ്റി ആണെന്ന് എടുത്തത്. അതിനെ തന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് മാറി, ഈ ഒരു എ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു എ ഇങ്ങോട്ട് കൊടുത്തു, ഡിവൈഡ് ബൈ എ എന്ന് കൊടുത്തു. ബാക്കി ഇവിടെ സിഗ്മ ഉണ്ടായിരുന്നു, ബി ബൈ എൽ ഉണ്ട്. അതെന്താണ്, അത് അവിടുത്തെ സിഗ്മ ഇ ആണ്. ദാറ്റ് ഇസ് ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. ഇതാണ് നമ്മുടെ ഓംസ് ലോ ഇൻ ദ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റിയിലുള്ള ഓംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അനദർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയാം. കാരണം കറണ്ട് ഡെൻസിറ്റി ടേംസ് ആ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടി വരുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എങ്ങനെയാണ് നമുക്കൊരു കോയിലിന്റെ വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഫാരഡേസ് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം, ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ കുറച്ച് ടേംസ്, മോഡിഫൈഡ് ആംബിയസ് ലോ, മാക്സ്വെൽസ് മോഡിഫിക്കേഷൻ ഫോർ ആംബിയസ് ലോ, ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം.